ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ കോളേജിൻ്റെ ബർത്ത്ഡേ ആണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ടീച്ചർ ട്രെയിനിങ് കോളേജാണ് എൻ്റെ കോളേജ്, ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ തൈക്കാട്. ഞങ്ങളൊരു 10 മണിക്ക് എത്തിയപ്പോൾ തന്നെ ഹാള് മൊത്തം ഫിൽഡായിരുന്നു. ആദ്യമേ രാജശ്രീ ടീച്ചർ വെൽക്കം അഡ്രസ്സ് കഴിഞ്ഞതിന് ശേഷം ആനന്ദ് റിപ്പോർട്ട് വായിക്കാൻ തുടങ്ങി. പഴയ തദ്യ യൂണിയൻ്റെ റിപ്പോർട്ടാണ് അവൻ പ്രസൻറ്റ് ചെയ്തത്. പിന്നീട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സുജിത് സാറ് സംസാരിച്ചു. അതിനുശേഷം നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്ന കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഡയറക്ടർ സുധീർ കെ IAS സാറും സംസാരിച്ചു. പിന്നീട് ജേക്കബ് മാത്യു സാറിൻ്റെ ഒരു സ്പീച്ചും ഉണ്ടായിരുന്നു. ഡോക്ടർ പി സുരേഷ് അവാർഡാണ്. ഈ സുരേഷ് അവാർഡ് ഈ പ്രാവശ്യം നേടിയിരിക്കുന്നത് അമൽ ആർ. ഈ അവാർഡ് നൽകുന്നത് നമ്മുടെ പരിപാടിയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള സുധീർ സാറാണ്. സുധീർ സാറിനെയും ഈ അവാർഡ് നൽകുന്നതിലേക്ക് ക്ഷണിക്കുന്നു. ഈ വർഷം കരസ്ഥമാക്കിയത് വീണ്ടും അമൽ ആർ. അമലാറിനെ അവാർഡ് നൽകുന്നത് ജേക്കബ് സാറും സുധീർ സാറും ചേർന്നാണ്. ഇവരെയും മലയാളം ശരണ്യ US, ഹിന്ദി രാജിക JR, സംസ്കൃത് ഇംഗ്ലീഷ് അപ്നായസിനെ ഈ ട്രോഫി വിഭാഗങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. മലയാളം ശരണ്യ US, ഹിന്ദി രാജിക JR, സംസ്കൃത് ആതിര SP, തമിഴ് സന്ധ്യ S, ഫിസിക്കൽ സയൻസ് ശാന്തി C, നാച്ചുറൽ സയൻസ് ഗംഗാംബിയർ, മാത്തമാറ്റിക്സ് അമൽ ആർ, സോഷ്യൽ സയൻസ് ശ്രീലക്ഷ്മി SL, ശ്രീലക്ഷ്മിയുടെ പകരമായി ശ്രീലക്ഷ്മിയുടെ മാതാവാണ് വരുന്നത്. ജോഗ്രഫി ജയലക്ഷ്മി RJ, കൊമേഴ്സ് ആതിര രാജ്, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അടുത്തതായി ആതിരാജന്റെ അമ്മയാണ് വരുന്നത്. ഈ അവാർഡാണ് അമൽ ആർ. കേരളത്തിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിക്കാണ് ഈ അവാർഡ് നൽകുന്നത്. സ്നേഹ ടോപ്പർ,
നൽകുന്ന CM ജോൺ എൻഡോവ്മെന്റ് പ്രൈസ് ഈ വർഷം കരസ്ഥമാക്കുന്നു അമൽ ആർ. CM ജോൺ എൻഡോവ്മെന്റ് പ്രൈസ് അമൽ ആറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പുരസ്കാരം നൽകുന്നത് സുധീർക്കാരാണ്. സുധീർക്കാരനെയും ക്ഷണിച്ചുകൊള്ളുന്നു. Professor N. Shankaran Nair Rolling Shield, established by Molly Thomas in 1974 for the top scorer in BA degree general paper, goes to Amal R. മുതൽ തമിഴ് വിഭാഗത്തിലെ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്കായി നൽകിപ്പോരുന്ന തിരുവേസ് മീനാക്ഷിനാഥ പിള്ള എൻഡോവ്മെന്റ് പ്രൈസ് ഈ വർഷം നേടുന്നു സന്ധ്യ എസ്. സന്ധ്യ എസിനെ തിരുവേസ് മീനാക്ഷിനാഥ പിള്ള എൻഡോവ്മെന്റ് പ്രൈസ് ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുന്നു. Professor S. Keshavan Nair Rolling Trophy, established in 1988 for the top scorer in physical science optional, goes to Chandini B. 1987-88 കാലഘട്ടം മുതൽ നാച്ചുറൽ സയൻസ് വിഭാഗത്തിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്നവർക്ക് സമർപ്പിക്കുന്ന പ്രൊഫസർ ആനന്ദ വലിയമ്മ റോളിംഗ് ട്രോഫി ഈ വർഷം കരസ്ഥമാക്കിയത് ഗംഗാബിയസിനെ പ്രൊഫസർ ആനന്ദ വലിയമ്മ ട്രോഫി ഏറ്റുവാങ്ങുന്നതിലേക്ക് ക്ഷണിക്കുന്നു. Professor K.C. John Endowment Prize, donated by the college PTA for the top scorer in English, goes to Afna S. 1991 മുതൽ നാച്ചുറൽ സയൻസ് ഓപ്ഷനിലെ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഗോപിനാഥൻ പിള്ള റോളിംഗ് ട്രോഫി ഈ വർഷം കരസ്ഥമാക്കുന്നു ഗംഗാബിയസിനെ പ്രൊഫസർ N. ഗോപിനാഥൻ പിള്ള റോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിലേക്കായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. Established in 1992 for the top scorer in Malayalam, goes to Sharanya US. ഇംഗ്ലീഷ് ഓപ്ഷനിൽ ഏറ്റവും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചുപോരുന്ന ശ്രീമതി പി ശാന്തകുമാരി റോളിംഗ് ട്രോഫി ഈ വർഷം കരസ്ഥമാക്കുന്നു അപ്ന എസ്. അപ്ന എസിനെ ശ്രീമതി പി ശാന്തകുമാരി റോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിലേക്കായി ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. The top scorer in practical exam for physical science goes to Gauri Nandana BR. പ്രാക്ടിക്കൽ എക്സാമിന് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചുപോരുന്ന ഡോക്ടർ G. ശങ്കരൻകുട്ടി നായർ എൻഡോവ്മെന്റ് പ്രൈസ് ഈ വർഷം കരസ്ഥമാക്കുന്നു ആതിരാരാജ്. കൊമേഴ്സിൽ നിന്നും ആതിരാരാജിനെ ഈ പ്രൈസ് ഏറ്റുവാങ്ങുന്നതിലേക്ക് ക്ഷണിക്കുന്നു. ആതിരാരാജിന്റെ അമ്മയാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നത്. Sri M.K. Rajivan Memorial Ever Rolling Trophy, established in 1994 by the history students of the college for securing the highest mark in social science theory part, goes to Sri Lakshmi S. അമ്മയാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്കായി നൽകുന്ന പ്രൊഫസർ K.
രത്നമായി ദേവി റോളിംഗ് ട്രോഫി ഈ വർഷം കരസ്ഥമാക്കുന്നു. സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിന്നും ശ്രീലക്ഷ്മി എല്ലിനെ പ്രൊഫസർ കെ രത്നമായി ദേവി റോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികൾ അമ്മയാനത്തിൽ നേടി. Ever Rolling Trophy, established in 1987 for the top scorer in BA degree examination, goes to Amal R from Mathematics Optional. Ever Rolling Trophy for the top scorer in Geography Methodology Papers goes to Jayalakshmi RJ. നമ്മുടെ കോളേജിൽ തന്നെ മുൻ ലെക്ചറായിരുന്ന പ്രൊഫസർ ടി ചന്ദ്രശേഖരൻ പിള്ളൈ 2001 മുതൽ നൽകിപ്പോരുന്ന പ്രൊഫസർ ടി ചന്ദ്രശേഖരൻ പിള്ളൈ റോളിംഗ് ട്രോഫി ഈ വർഷം നേടുന്നു. അമൽ ആറിനെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായിരിക്കുന്നു. Professor D. Chandrasekharan Pillai Rolling Trophy for the top scorer in Mathematics Optional goes to Amal R. കാലഘട്ടം മുതൽ തമിഴ് ഓപ്ഷണൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്കായി നൽകിപ്പോരുന്ന ജെസ്സി ആഗ്നസ് മെമ്മോറിയൽ ക്യാഷ് എൻഡോവ്മെന്റ് ഈ വർഷം മെമ്മോറിയൽ ക്യാഷ് എൻഡോവ്മെന്റ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. 2003-2004 വർഷക്കാലം മുതൽ ഹിന്ദി വിഭാഗത്തിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്കായി നൽകി വരുന്ന എവർ റോളിംഗ് ട്രോഫി പ്രൊഫസർ ആർ സുകുമാരൻ നായർ എവർ റോളിംഗ് ട്രോഫി ഈ വർഷം കരസ്ഥമാക്കുന്നു. രാജിക ജയാറിനെ പ്രൊഫസർ ആർ സുകുമാരൻ നായർ എവർ റോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. 2003-2004 കാലഘട്ടത്തിൽ സാൻസ്ക്രിറ്റ് വിഷയത്തിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകിപ്പോരുന്ന പ്രൊഫസർ ജി ശ്രീനിവാസൻ എവർ റോളിംഗ് ട്രോഫി ഈ വർഷം കരസ്ഥമാക്കുന്നു. ആതിര എസ് പി പ്രൊഫസർ ജി ശ്രീനിവാസൻ എവർ റോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. Sri A.V. Sujit Ever Rolling Trophy for the top scorer in Geography Optional Methodology Papers goes to Jayalakshmi RJ. In Tamil Optional goes to Sandhya S. Srimati S. Kirita Ever Rolling Trophy for the top scorer in Hindi option from 2004 onward goes to Rajita J.R. 2005-2006
ഗണിത വിഭാഗത്തിൽ ഏറ്റവും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ സദാനന്ദൻ നായർ എവറോളിംഗ് ട്രോഫി ഈ വർഷം കരസ്ഥമാക്കുന്ന അമലാറിനെ ഈ ട്രോഫി ഏറ്റുവാങ്ങുന്നതിലേക്ക് ക്ഷണിക്കുന്നു. ജോഗ്രഫിയിലെ പെഡഗോജി പേപ്പറിൽ ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്കായി നൽകിപ്പോരുന്ന പ്രൊഫസർ ചെല്ലം നാടാർ എവറോളിംഗ് ട്രോഫി ഈ വർഷം കരസ്ഥമാക്കുന്നു ജിഷ്ണു ജെസിനെ പ്രൊഫസർ ചെല്ലം നാടാർ എവറോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിലേക്ക് ക്ഷണിക്കുന്നു. Established in 2009 for the top scorer in Natural Science Optional goes to Kelka PS. For the top scorer in Malayalam goes to Sharanya US. സോഷ്യൽ സയൻസ് ക്ലബ്ബ് 2019-10 കാലഘട്ടം മുതൽ നൽകിപ്പോരുന്ന BA ഡിഗ്രി എക്സാമിന്റെ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പുരസ്കാരം അമൽ ആർ. ഈ പ്രാവശ്യം അമൽ ആർ സോഷ്യൽ സയൻസ് ക്ലബ്ബ് റോളിംഗ് ട്രോഫി 2009-10 കാലഘട്ടത്തിൽ പേപ്പർ 1-ന് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്കായി നൽകിപ്പോരുന്ന ഡോക്ടർ വി പുഷ്പകുമാരി എവറോളിംഗ് ട്രോഫി ഡോക്ടർ വി പുഷ്പകുമാരി എവറോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിലേക്കായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു. For the top scorer in BA degree exam established from 2010 Amal R. Trophy. For the top scorer in BA Commerce goes to Adira Raj. The trophy will be received by the mother of Adira. അവാർഡ് ദാനത്തിന് ശേഷം ഫെലിസിറ്റേഷൻ അഡ്രസ്സ് നൽകാൻ വേണ്ടി ഷൈബ ടീച്ചറും രാഹുൽ സാറും പിന്നീട് ജയലക്ഷ്മിയുടെ അച്ഛൻ ജയചന്ദ്ര സാറും എല്ലാവരും എത്തിയായിരുന്നു. ഒടുക്കം ഞാനും സംസാരിച്ചു. പിന്നീട് പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ മാത്സ് ബേസ് ആണ്. ഞങ്ങളൊക്കെ മാക്സിമം ഒരു 15 മാർക്ക് എസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അര പേജേ ഉള്ളൂ. അര പേജിലാണ് ഞങ്ങൾക്ക് 15 മാർക്സ് വീഴുന്നത്. അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒരു എസ് ഒക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ 2.5 പേജ്, 3.5 പേജ്, 4 പേജ്, എത്ര കൂടുന്നു അത്രയും മാർക്ക്. അങ്ങനെയായിരുന്നു സിസ്റ്റം. പക്ഷെ അതൊരിക്കലും ഞാൻ വിചാരിച്ചില്ല അതിങ്ങനെ എടുക്കാൻ പറ്റുമെന്ന്. ദൈവം സഹായിച്ച് അതെനിക്ക് പറ്റി. അതിന് വളരെയധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പിന്നീട് എൻ്റെ കൂടെ പഠിച്ചവർക്ക് അറിയാം, എനിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. എല്ലാവർക്കും ആദ്യമേ കൊണ്ടുവരുന്നത്. ഇവിടെ പലരും ഗംഗയൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, ഇത് എത്ര സമയം ആർക്കാണ് ഇപ്പം കൊണ്ടുവെക്കുന്നതെന്നാണ് ഫസ്റ്റ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ സംഭവം കാരണം പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട് വർക്ക് തീരുന്നില്ല. ഈ കോളേജിൽ മാത്രമല്ല കേട്ടോ, മറ്റു കോളേജിലൊക്കെ ഈ വർക്ക് തീരുന്നില്ല, എഴുതിയിട്ടും തീരുന്നില്ല, ഇത്ര പേജ് വേണം, റീഡിങ് ആൻഡ് റിഫ്ലക്ഷൻ ആയില്ല, ലെസൺ പ്ലാൻ ആയില്ല. പക്ഷെ അതെല്ലാം ഒരു കാലചക്രത്തിന്റെ നിമിത്തം എന്നൊക്കെ പറയാമല്ലോ, അത് അങ്ങനെ തന്നെ കടന്നുപോയി. നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ഈ അക്കാഡമിക്സ് മാത്രമല്ല പല പല അവസരങ്ങളും കിട്ടും. അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള 2-3 അവസരങ്ങളുണ്ട്. ഒന്നാമത്തത് ഞങ്ങൾക്കൊരു സ്പോർട്സ് ഡേ, ആർട്സ് ഡേ നടത്തുന്നത്. ഇവിടെയുള്ള എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി അത് നല്ല രീതിയിൽ നടത്താൻ പറ്റി. പക്ഷെ അതിനേക്കാളും വലിയ അവസരം എന്ന് പറഞ്ഞാൽ ഒരു ടൂർ ഞങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യേണ്ടി വന്നു. അത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമായിരുന്നു. ഫൈനാൻസ് ആക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ
GCK എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നിരവധി ഇന്റർ കോളേജ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റി. ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ അസംബ്ലിയിൽ പറയുന്ന റിഫ്ലക്ഷൻസ് തന്നെയാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോ പല പല സോഷ്യലി റെലവെന്റ് കാര്യങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു എന്തെങ്കിലും ഒരെണ്ണത്തിന്റെ പിന്നിൽ നിന്ന് മാത്രം സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്താൻ മാത്രമായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ അസംബ്ലിയിൽ ഞങ്ങൾ പല പല വിഷയങ്ങളും ചർച്ച ചെയ്തു. അതിന്റെ എല്ലാ കുറിച്ചും അഭിപ്രായങ്ങൾ എല്ലാവരുടെയും മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു വേദിയെ അഭിസംബോധന ചെയ്ത് തന്നെ സംസാരിക്കാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാം ആയിരുന്നു ഞങ്ങളുടെ കോൺഫിഡൻസ് ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്തത്. നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും അങ്ങനെയുള്ള അവസരം വിട്ടുപോയത്. മാക്സിമം പേരും അസംബ്ലി റിഫ്ലക്ഷൻ വന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക. ബാക്കിൽ ഇരിക്കുന്നവർ എന്നും ബാക്കിൽ ഇരിക്കത്തേ ഉള്ളൂ. ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുന്നവർ തന്നെ എപ്പോഴും ഫ്രണ്ടിൽ വരത്തുള്ളൂ. സോ പബ്ലിക് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയേണ്ടത് കൃത്യമായി പറഞ്ഞിരിക്കണം. അത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്കറിയാം, B.Ed കഴിഞ്ഞ് പലപ്പോഴും പലരും ടീച്ചിങ് ജോബ് തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം. ഇപ്പൊ ഞങ്ങളൊക്കെ ഹയർ സെക്കൻഡറി എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ നമുക്ക് നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യുക. ബാക്കിയെല്ലാം ഗോഡിന്റെ ഗോഡ് അല്ലെങ്കിൽ ഫേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ വിശ്വസിക്കുക. ഇത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇവിടുത്തെ അനുഭവങ്ങളും മറ്റ് പല കാര്യങ്ങളും ഞങ്ങൾക്കൊരു നൂലാമാല പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് എനിക്ക് തോന്നുന്നു കുറച്ച് എൻജോയ് ചെയ്യുന്ന സമയമാണ് ഒരു വർഷം. നിങ്ങളുടെ സെക്കൻഡ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ വലിയൊരു കടമ്പ് വരാനുണ്ട്. ആ സമയങ്ങളാണ് നിങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികളിൽ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. ഇത് ഇപ്പോഴത്തെ സീനിയേഴ്സിന് അതറിയാം. കാരണം കമ്മീഷൻ എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സിനെ നിങ്ങൾ അഭിമുഖീകരിച്ച് കഴിയുമ്പോൾ അറിയാം. B.Ed അവസാനിച്ചു. കമ്മീഷൻ കഴിയുന്നതോടെ B.Edന്റെ 95% അവസാനിച്ചു. പിന്നെ 2 ഓൺലൈൻ എക്സാം മാത്രമേ കാണൂ. അതിനുശേഷമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ B.Ed ലൈഫിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത്. ഒന്നുമില്ല, ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ നിരവധി റീലെടുത്തു, ട്രിപ്പ് പോയി, ഇഷ്ടംപോലെ മന്തി കഴിക്കാൻ പോയി. ഏറ്റവും കൂടുതൽ ഞങ്ങൾ മന്തി കഴിക്കാൻ പോയാണ് ഞങ്ങളുടെ B.Ed അടിപൊളിയാക്കിയിട്ടുള്ളത്. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ B.Ed കാലം പഠനവും അക്കാഡമിക്സ് മാത്രമല്ലാതെ കുറച്ച് എൻജോയ്മെന്റ് കൂടെ കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Manjula.